ചാണക്യൻ വെറുമൊരു രാജതന്ത്രജ്ഞൻ മാത്രമല്ല, ലോകം കണ്ട മികച്ച ലൈഫ് കോച്ച് കൂടിയാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും മാത്രം പഠിച്ചാൽ നിങ്ങളുടെ ആയുസ് തികയാതെ വരും. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് കൂടി പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ മത്സര ലോകത്ത് ചാണക്യതന്ത്രങ്ങൾ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന മത്സരലോകത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ ആവിഷ്കരിച്ച തന്ത്രങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഭരണം, രാഷ്ട്രീയം, യുദ്ധം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം അർത്ഥശാസ്ത്രം രചിച്ചതെങ്കിലും അതിലെ തത്വങ്ങൾ ഇന്നത്തെ ബിസിനസ് ലോകത്തും കരിയറിലും വ്യക്തിജീവിതത്തിലും കൃത്യമായി പ്രയോഗിക്കാവുന്നതാണ്. ചാണക്യതന്ത്രങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രസക്തമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷ്യം നേടുന്നതിന് മുൻപ് സാഹചര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. തുടങ്ങുന്നതിന് മുമ്പ് എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം എന്തായിരിക്കും, ഇതിൽ ഞാൻ വിജയിക്കുമോ എന്നീ ചോദ്യങ്ങൾ സ്വയം ചോദിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഇന്നത്തെ ബിസിനസ് സംരംഭങ്ങളിലും കരിയറിലും ഈ മുൻകൂട്ടിയുള്ള ആസൂത്രണം അത്യാവശ്യമാണ്. തൻ്റെ പക്കലുള്ള വിഭവങ്ങൾ, അത് പണമാകാം, സമയമാകാം, മനുഷ്യവിഭവശേഷിയാകാം, ഇവ എങ്ങനെ കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി തന്ത്രപ്രധാനമായ കാര്യങ്ങൾക്കായി വിഭവങ്ങൾ മാറ്റിവെക്കുന്നത് ഇന്നത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റിലും പ്രസക്തമാണ്. മത്സരലോകത്ത് നിങ്ങളുടെ കൂടെയുള്ളവർ ആരാണെന്നും നിങ്ങളുടെ എതിരാളികൾ ആരാണെന്നും തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ചാണക്യൻ്റെ മണ്ഡല സിദ്ധാന്തം പ്രകാരം അയൽക്കാരൻ സ്വാഭാവിക ശത്രുവാകുവാനും ശത്രുവിൻ്റെ ശത്രു മിത്രമാകാനും സാധ്യതയുണ്ട്. ഇന്നത്തെ വിപണിയിൽ മറ്റ് കമ്പനികളുമായുള്ള കൂട്ടുകെട്ടും മത്സരവും ഇതിന് ഉദാഹരണമാണ്. ഒരു നേതാവ് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കണം. കീഴുദ്യോഗസ്ഥരോടുള്ള പെരുമാറ്റം, പ്രതിസന്ധികൾ തളരാതിരിക്കുക, മാതൃകാപരമായി നയിക്കുക തുടങ്ങിയ ഗുണങ്ങൾ ഇന്നത്തെ കോർപ്പറേറ്റ് തലപ്പത്തുള്ളവർക്കും അത്യാവശ്യമാണ്. വിദ്യാഭ്യാസമുള്ളവനെ എല്ലായിടത്തും ആദരിക്കും എന്ന ചാണക്യൻ്റെ വചനം ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമാണ്. സാങ്കേതികവിദ്യ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരാളെ മത്സരത്തിൽ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ പ്രധാന പദ്ധതികൾ വിജയിക്കുന്നവരെ അവ പുറത്തുവിടരുത് എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. ബിസിനസ് രഹസ്യങ്ങളും തന്ത്രങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഇന്നത്തെ കാലത്തെ ഡേറ്റ സെക്യൂരിറ്റി പോലെ തന്നെ പ്രധാനമാണ്. വിജയകരമായൊരു ജീവിതത്തിൻ്റെ അടിത്തറ എന്നത് സുശക്തമായ വ്യക്തിത്വമാണ്. കേവലം കഴിവുകൾ കൊണ്ട് മാത്രം ഒരാൾക്ക് ഉയരങ്ങളിൽ എത്താനായേക്കാം. എന്നാൽ അവിടെ നിലനിൽക്കണമെങ്കിൽ സ്വഭാവശുദ്ധിയും ബുദ്ധിപരമായ പെരുമാറ്റവും അത്യാവശ്യമാണ്. ആധുനിക കാലഘട്ടത്തിലും പ്രസക്തമായ ചാണക്യൻ്റെ 3 പ്രധാന ആശയങ്ങൾ പറയാം. 1. അമിതമായ വിനയം പാടില്ല. കാട്ടിലെ മരങ്ങളിൽ നേരെ വളർന്നു നിൽക്കുന്നവയാണ് ആദ്യം വെട്ടപ്പെടുന്നത്. അതുപോലെ ലോകത്ത് അമിതമായി നിഷ്കളങ്കനാകുന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ അവസരം നൽകും. നന്മയുള്ളവരാവുക, എന്നാൽ ലോകത്തിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം കൂടിയുണ്ടാകണം. 2. രഹസ്യങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും സ്വന്തം ദൗർബല്യങ്ങളും ഭാവി പ്ലാനുകളും പൂർണ്ണമായി പങ്കുവയ്ക്കരുത്. സാഹചര്യങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ തന്നെ വാക്കുകൾ നിങ്ങൾക്കെതിരെ ആയുധമായി ഉപയോഗിക്കപ്പെട്ടേക്കാം. പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കുക, വാക്കുകൾ കൊണ്ട് പ്ലാനുകൾ വെളിപ്പെടുത്താതിരിക്കുക. 3. ഭയത്തെ നേരിടുക. ഭയം നിങ്ങളെ തേടി വരുന്നതുവരെ കാത്തിരിക്കരുത്. ഭയം നിങ്ങളെ കീഴടക്കുന്നതിന് മുൻപ് തന്നെ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക. ഭയത്തിന് മുന്നിൽ തളർന്നു നിൽക്കുന്നത് പരാജയത്തിന് വഴിതെളിക്കും. ആത്മവിശ്വാസത്തോടെയുള്ള ചുവടുവെപ്പുകൾ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു വ്യക്തി തൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് ബഹുമാനിക്കപ്പെടുന്നത്, അല്ലാതെ പദവി കൊണ്ടല്ല. ചാണക്യൻ്റെ വാക്കുകളാണിത്. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയും തൊഴിൽപരമായ വിജയവും നേടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന പ്രായോഗിക തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1. സമ്പത്തിൻ്റെ പ്രാധാന്യം. ലോകം പണത്തിന് വലിയ വില കൽപ്പിക്കുന്നു. സമ്പത്തില്ലാത്തവനെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും പരിഗണിച്ചെന്ന് വരില്ല. ദാനധർമ്മങ്ങൾ ചെയ്യണമെങ്കിലും സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കണമെങ്കിലും ധനം അത്യാവശ്യമാണ്.
പണം സമ്പാദിക്കുക എന്നത് കേവലം ആഡംബരമല്ല, മറിച്ച് അത് ഒരു കരുത്താണ്. രണ്ടാമതായി, ലക്ഷ്യബോധം. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനു മുമ്പും സ്വയം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു. ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? ഇതിൻ്റെ ഫലം എന്തായിരിക്കും? എനിക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുമോ? മൂന്നാമതായി, സമയനിഷ്ഠ. ഒരിക്കൽ നഷ്ടപ്പെട്ട സമയം ലോകത്ത് ഒന്നിനും പകരമായി തിരിച്ചു നൽകാൻ കഴിയില്ല. വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരാൾ ഓരോ നിമിഷവും വിലപ്പെട്ടതായി കാണണം. അലസത വെടിഞ്ഞ് ഓരോ നിമിഷവും ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാക്കി മാറ്റുക. നമ്മുടെ ജീവിത വിജയത്തിൽ ചുറ്റുമുള്ളവർക്ക് വലിയ പങ്കുണ്ട്. ആരോടൊക്കെ അടുക്കണം, ആരോടൊക്കെ അകലം പാലിക്കണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ വ്യക്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്നു. ഒന്നാമതായി, ശരിയായ സൗഹൃദം. ബുദ്ധിശക്തിയിലും പദവിയിലും ഏകദേശം നമുക്ക് തുല്യരായവരുമായി സൗഹൃദം പുലർത്തുന്നതാണ് ഉചിതം. നമ്മളെക്കാൾ വളരെ താഴ്ന്നവരോ വളരെ ഉയർന്നവരോ ആയ സുഹൃത്തുക്കൾ പലപ്പോഴും അനാവശ്യമായ മാനസിക വിഷമങ്ങൾക്കോ ഈഗോ പ്രശ്നങ്ങൾക്കോ വഴിതെളിച്ചേക്കാം. സൗഹൃദം പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. രണ്ടാമതായി, ശത്രുവിനെ ജയിക്കാൻ ബുദ്ധി. ഒരു ശത്രുവിനെ കീഴടക്കാൻ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളത് നിങ്ങളുടെ ബുദ്ധിയാണ്. ശത്രുവിൻ്റെ ബലഹീനതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക. പ്രകോപിതനാകാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ് യഥാർത്ഥ വിജയി. ശത്രുവിൻ്റെ ബലഹീനത അറിയുന്നത് പകുതി വിജയം നേടിയതിന് തുല്യമാണ്. മൂന്നാമതായി, പ്രശംസയും വിമർശനവും. നിങ്ങളെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്ന വ്യക്തികളെ കരുതിയിരിക്കുക. അവർ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. എന്നാൽ ക്രിയാത്മകമായി വിമർശിക്കുന്നവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പുകഴ്ത്തുന്നവരേക്കാൾ നിങ്ങളെ തിരുത്തുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും എന്തൊക്കെ മനസ്സിലായി? അതെ, വ്യക്തമായ നിയമങ്ങളും ചിട്ടകളുമില്ലാത്ത ജീവിതം ദിശ തെറ്റിയ കപ്പൽ പോലെയാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് മാത്രമേ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കൂ. അച്ചടക്കമാണ് വിജയത്തിലേക്കുള്ള പാലം. സൗന്ദര്യവും യുവത്വവും കാലക്രമേണ ഇല്ലാതാകും, എന്നാൽ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു പണ്ഡിതൻ സ്വരാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുക. ചാണക്യൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും കഠിനമോ ക്രൂരമോ ആണെന്ന് തോന്നിയേക്കാം. എന്നാൽ അവ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. വലിയ വിജയങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ഈ കൈപ്പുള്ള സത്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രം പഠിക്കാൻ നിന്നാൽ അതിന് നിങ്ങളുടെ ആയുസ് തികയാതെ വരും.